യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സമർപ്പിത ജീവിതത്തിലെ നാലാമത്തെ ഘടകമായ അപ്പസ്തോലിക പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. അപ്പസ്തോലികമായ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ നമ്മൾ വചനപ്രഘോഷണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ഡയറക്റ്റ് എവാഞ്ചലൈസേഷനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. മിഷൻ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. ആ വിഷയം നമ്മൾ തുടർന്ന് ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മോട് കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛ, മെഗാ കൺവെൻഷനുകൾ നടത്തുന്നതിനെക്കുറിച്ച് പൊതുജനങ്ങളുടെ ഇടയിലുള്ള അതിൻ്റെ ഒരു ഫീഡ്ബാക്കാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് പണം ചെലവഴിക്കുകയും അതുപോലെ ഒരുപാട് പരസ്യങ്ങളൊക്കെ നടത്തിയും ഒരുപക്ഷെ ഒരു ധനാഗമ മാർഗമായി അത് തീർക്കുന്നുണ്ടോ എന്നൊരു സംശയം പൊതുജന ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുഴുവനായിട്ട് ആ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ സാധിച്ചില്ല. അതൊന്ന് അച്ഛൻ അതിൻ്റെ പൂർണ്ണമായ അതിന് മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും അവസാനം കണ്ട കാര്യം, ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, സുവിശേഷ പ്രഘോഷണത്തിൽ പ്രഘോഷണ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ, ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും നിങ്ങളുടെ ഇടയിൽ ഞാൻ പ്രഘോഷിച്ചില്ല. അപ്പം ക്രിസ്തുവിനെ കേന്ദ്രീകൃതമായിട്ട് അവിടുന്ന് നിന്ന് ലഭിക്കുന്ന രക്ഷ, അവിടുന്ന് നിന്ന് ലഭിക്കുന്ന സമാധാനം, ഇതാണ് പ്രഘോഷിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പം പ്രഘോഷകനല്ല പ്രാധാന്യം. പൗലോസ്ലീഹ തന്നെ പറയുന്ന അതായത് വളർത്തുന്നത് ക്രിസ്തുവാണ്, അല്ലേ? ആര് നട്ടു, ആര് വെള്ളമൊഴിച്ചു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നു. പ്രഘോഷകൻ അത് അപ്രസക്തമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനത്തിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ ഇത് ആ അപ്പസ്തോല പ്രവർത്തനം എന്ന ഗ്രന്ഥം എഴുതിയത് ഏതാണ്ട് AD 80 അതിൻ്റെ രണ്ടാം ഭാഗത്ത് വിശുദ്ധ പൗലോസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്, പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് അവസാനിപ്പിക്കുന്നത് 28-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് റോമിലെത്തുന്നതും റോമിലെ വീട്ടുതടങ്കലിൽ ആണെങ്കിൽ പോലും സുവിശേഷം പ്രഘോഷിക്കുന്നതുമാണ്. വീട്ടുതടങ്കലിൽ അദ്ദേഹം ആയിരിക്കുമ്പോൾ അവിടെ വെച്ച് തൻ്റെ അടുത്തേക്ക് വചനം കേൾക്കാനായിട്ട് വരുന്നവരെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടാണ്, അവർക്ക് സുവിശേഷം അറിയിച്ചുകൊണ്ടാണ്, ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത് AD 80. വാസ്തവത്തിൽ അതിന് എത്രയോ വർഷം മുമ്പ് പൗലോസ്ലീഹ മരണപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷ്യം സംഭവിച്ചു. അത് അപ്പസ്തോല പ്രവർത്തനം എഴുതിയ വിശുദ്ധ ലൂക്കായ്ക്കും അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നില്ല. കാരണം സുവിശേഷ പ്രഘോഷകൻ്റെ ജീവിതത്തിൻ്റെ വിവരണമല്ല. ജെറൂസലേം മുതൽ റോമ വരെ, ലോകത്തിൻ്റെ അതിർത്തിയായിട്ട് കരുതപ്പെട്ടിരുന്ന റോമ വരെ എങ്ങനെ സുവിശേഷം എത്തി, സുവിശേഷത്തിൻ്റെ വളർച്ച, വചനത്തിൻ്റെ വളർച്ച. അതുകൊണ്ട് അപ്പസ്തോല പ്രവർത്തനത്തിൽ സുവിശേഷ പ്രഘോഷകൻ്റെ ജീവിത വിവരണമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാറ് വായിച്ച ആ എഴുത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇപ്പം ചിലരുടെ ഫോട്ടോകൾ ഇങ്ങനെയുള്ള പരസ്യത്തിൽ വലുതായിട്ട് കൊടുക്കുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പം നമുക്ക് ഒരു കൺവെൻഷൻ നടക്കുന്നു, ആളുകൾ വരാനായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കാര്യം അറിയിക്കണം, അതിനൊരു സംശയമില്ല. അറിയിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. ഇന്നത്തെ ഒരു
ഇതിനനുസരിച്ച് പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ നോട്ടീസ് വിതരണം ചെയ്തും പള്ളികളിലൊക്കെ അറിയിച്ചുമാണ്. ഇന്നിപ്പോൾ യൂട്യൂബിലൂടെയൊക്കെ അറിയിക്കുന്നൊരു കാര്യമുണ്ട്. എത്രമാത്രം ആൾക്കാർക്ക് വരാൻ പറ്റുമോ അത്രയും വരിക എന്നുള്ളതൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെ കൺവെൻഷനിലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രൂപത്തിന് അതാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ഒരു രൂപം കൊടുക്കുകയാണെങ്കിൽ പോലും ഒരു പടം കൊടുക്കുക, യേശുവിനെ ഉയർത്തുക. അതെ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ചിലപ്പോഴൊരു പക്ഷേ പ്രസിദ്ധരായിട്ടുള്ള അറിയപ്പെടുന്ന സുവിശേഷ പ്രഘോഷകരുടെ ചിത്രം കൊടുത്തെങ്കിലേ ആൾക്കാർ കൂടുതൽ വരും എന്ന് വിചാരിച്ചുകൊണ്ടെന്നറിയില്ല. അതായത് അത് നോക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പ്രഘോഷണത്തിന് വരുന്ന ആളുകളാണ്. താനല്ല വലുതെന്നുള്ള ഒരു ചിന്ത അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഒരുപക്ഷെ ഈ കൺവെൻഷൻ നടത്തുന്ന ആളുകൾ, അതിൻ്റെ കമ്മിറ്റിയൊക്കെ ആൾക്കാർ ഇന്ന ആൾക്കാരെയൊക്കെ വിളിക്കാനായിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് അവരായിരിക്കും ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് അങ്ങനെ ഉള്ളൊരനുഭവം ഈ പറയുന്ന പ്രഘോഷകർക്ക് അങ്ങനെ നേരിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് കൃത്യമായിട്ട് പറയണം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വേണ്ടത്. എൻ്റെ പടം കൊടുക്കണമെന്നില്ല, പേര് വേണമെങ്കിൽ വെച്ചോട്ടെ, അപ്പോൾ അതിന് ഇത്ര വലിപ്പം വേണമെന്നില്ല എന്നുള്ളത് ആരാണ്? പ്രഘോഷകനാണ് തീരുമാനിക്കേണ്ടത്. അതിനുള്ള ടീമാണ് തീരുമാനിക്കേണ്ടത്. ഇങ്ങനെയാണ് അതിനകത്തേക്ക് അവിടെയാണ് ലാളിത്യം എന്നൊക്കെ പറയണത്. ഇപ്പം നമ്മളുടെ അതായത് വലിയ ഒരു ആഘോഷത്തോടു കൂടി കൊട്ടിഘോഷിച്ചൊക്കെ നടക്കുന്നതിൽ മാനസാന്തരം നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആളെ കൂട്ടാം. ഈ ഒച്ചപ്പാടും ബഹളമൊക്കെ കണ്ടതിന് ശേഷം ഏതാണ്ടൊരു വെടിക്കെട്ടൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന പോലെയൊക്കെയുള്ള ഒരു തോന്നൽ ആർക്കെങ്കിലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് പോകണം, എന്ത് കിട്ടി, എൻ്റെ ഉള്ളിലേക്ക് എന്ത് പോയി. അത് ഓരോ ധ്യാനം അല്ലെങ്കിൽ ഓരോ ബൈബിൾ കൺവെൻഷന് ശേഷം എത്ര പേര് ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായി എന്നുള്ളതാണ്. അത് എത്രമാത്രം നടക്കുന്നുള്ളത് ആര് വിലയിരുത്തുന്നെന്ന് അറിയില്ല. അതിപ്പം ഈ അതായത് സുവിശേഷ പ്രഘോഷകനും പ്രഘോഷണം ശ്രമിക്കുന്ന ആൾക്കും ഉണ്ടായിരിക്കേണ്ട, അത് കൺവെൻഷൻ്റെ കാര്യം മാത്രമല്ല, അല്ലാതെ ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവമുണ്ട്. പ്രഘോഷകന് എന്നെ കേൾക്കാനായിട്ട് ശ്രമിക്കുന്ന ഈ ദൈവജനം, ഞാൻ അദ്ദേഹത്തിന് എന്ത് മെസ്സേജ്, രക്ഷാകരമായിട്ടുള്ള എന്ത് സന്ദേശം, രക്ഷയുടെ സന്ദേശം, ആശ്വാസത്തിൻ്റെ സന്ദേശം ഞാൻ എന്താണ് കൊടുക്കേണ്ടത് എന്ന് പ്രാർത്ഥനാപൂർവ്വം ചിന്തിച്ച് കൊടുക്കേണ്ടതാണ്. ഒന്ന്, ഇത് ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശ്രമിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സ്നാപയോഹന്നാൻ്റെ പ്രസംഗം കേട്ട് അദ്ദേഹത്തോട് 3 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യമാണ്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ചുങ്കക്കാർ ചോദിച്ചു, പടയാളികൾ ചോദിച്ചു, ആദ്യം ജനക്കൂട്ടം ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? വിശുദ്ധ പത്രോസിൻ്റെ പ്രസംഗം കേട്ടിട്ട് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ വിവരിക്കുന്ന പത്രോസിൻ്റെ യോഹന്നാൻ്റെയും പ്രസംഗം, പത്രോസാണ് പ്രസംഗം എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്നെക്കൂട്ടം ചോദിക്കും, സഹോദരൻ ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം. ഈ ചോദ്യം ശ്രോതാവിൻ്റെ മനസ്സിൽ നിന്ന് ഉയരേണ്ട ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ സഹായകമായിട്ടുള്ള രീതിയിൽ പ്രഘോഷകന് ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. ഈ ചോദ്യം ചോദിക്കത്തക്ക വിധത്തിലുള്ളൊരു സ്വീകരണവും, വചനത്തിൻ്റെ സ്വീകരണവും ശ്രോതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പ്രഘോഷകൻ അല്ല, മെസ്സേജ് ആര് പ്രഘോഷിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആരെ പ്രഘോഷിക്കുന്നു, അവനിലൂടെയുള്ള രക്ഷ, ഇത് പ്രാധാന്യത്തോടു കൂടി കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലാളിത്യം എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഇതിൻ്റെ കൺവെൻഷനിലാണെങ്കിൽ ശരി, ലാളിത്യം ഒരു ഭാഗമാണ്. വലിയ ആഡംബരമൊന്നും വേണ്ട. ഇത് ആത്മാവാണ്. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ അല്ലാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇന്ന് പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് അധികം മിക്കവാറും ഹീലിംഗ് ആണ്, രോഗശാന്തി ശുശ്രൂഷയെക്കുറിച്ചാണ്. അത് ആൾക്ക് മുഴുവനും അത് മതി, അങ്ങനെയുള്ളൊരു ഓറിയൻറ്റേഷനായി കഴിഞ്ഞു. സൗഖ്യം കിട്ടുക, അതെവിടെ കിട്ടുക അവിടേക്കാണ് ആൾ ഓടിയെത്തുക. അപ്പോൾ അതൊരു ശരിയായ ഓറിയൻറ്റേഷൻ അല്ലല്ലോ. ഇതിനെക്കുറിച്ച് അത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ആഗ്രഹമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ചിന്ത
ഇപ്പോൾ എൻ്റെ കാര്യമോ അല്ലെങ്കിൽ സാറിൻ്റെ കാര്യമോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശരി, നമ്മുടെ ആവശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? നമ്മളൊരു മാനുഷിക തലത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും, ഉദാഹരണമായിട്ട് മക്കളുള്ള ഒരാളെ സംബന്ധിച്ചുള്ള മക്കളെ നല്ല നിലയിൽ വളർത്തണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനുള്ള നല്ല നിലയിലൊക്കെ വളർത്തണമെങ്കിൽ, നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാണ്. അപ്പോൾ സമ്പത്ത് ആ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി ആർക്കെങ്കിലും രോഗം വരികയാണെന്നുണ്ടെങ്കിൽ ആ രോഗത്തിൽ നിന്നുള്ളൊരു സൗഖ്യം വേണം എന്നുള്ളൊരു കാര്യമാണ്. കുട്ടികൾ പരീക്ഷ എഴുതാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ശരി, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണം. നല്ല മാർക്കോടുകൂടി പാസ്സായെങ്കിൽ തന്നെ നല്ല ജോലി കിട്ടണം. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണെന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥന എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്, ഒരു ധാരണയുണ്ട്. നമ്മൾ പലപ്പോഴും ഡെഫിനിഷനിൽ നിർവചനത്തിൽ പറയുന്നത് ഒരു സംഭാഷണമാണ് എന്ന് പറയുമെങ്കിലും ശരി, സംഭാഷണമല്ല, മോണോലോഗാണ്, ഡയലോഗല്ല. സംഭാഷണത്തിൽ 2 പാർട്ടികളെങ്കിലും വേണം. ഇതിപ്പോൾ നമ്മൾ മനുഷ്യരെ അങ്ങോട്ട് ഇതാണ് എനിക്ക് അതും എന്താണ് എനിക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, എൻ്റെ വിഷമതകളല്ല, ബുദ്ധിമുട്ടുകളല്ല. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് ഇതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ച്. അത് നമ്മളധികം പഠിക്കുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ അമ്മാമ്മമാരും അപ്പാപ്പന്മാരും ഒക്കെ പഠിപ്പിച്ച് വിടുന്ന നമ്മുടെ വീട്ടിലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു കാര്യമാണ്. പക്ഷേ വളർന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് നമ്മൾ തുടരുന്നതെന്ന് പറയുന്നൊരു കാര്യമാണ്. അതായത് നമ്മളുടെ വിശ്വാസത്തിലുള്ളൊരു പക്വത, വിശ്വാസം എന്ന് പറയുന്നത് സമർപ്പണമാണെന്നുള്ള വലിയൊരു സത്യം, അത് നമ്മൾ മറന്നു പോകുന്നു. ദൈവത്തിന് തന്നെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യരുള്ള സമർപ്പണമാണ് വിശ്വാസം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ വിശ്വാസം. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അപ്പം അബ്രാഹാം വിശ്വാസികളുടെ മാതൃകയാണ്. ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന ഒരു ജീവിതമാണ് വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അത് അപ്പം പിന്നെ ഉള്ളത് എന്നെ നയിക്കുന്നത് എന്താണ്? എന്നെ നയിക്കുന്നത് ആരാണ്? ദൈവമാണ്. എൻ്റെ ചിന്തകൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ സമീപനങ്ങൾ, എൻ്റെ മനോഭാവങ്ങൾ, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന ഈ സെൻറ്റ് പോൾ പറയുന്ന പോലെയുള്ള അതാണ് യഥാർത്ഥ ഇതാണ്. പക്ഷെ പലപ്പോഴും എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം പ്രാർത്ഥന ഇതൊന്നുമില്ല, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അതിൽ സാറ് പറഞ്ഞ നമുക്ക് വിഷയത്തിലേക്ക് വരാം, ഹീലിംഗ്. അപ്പോൾ ഹീലിംഗ് അല്ലെങ്കിൽ അത്ഭുതം, ഇത് ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഒക്കെ ഈ കൺവെൻഷന് പോകുന്നതും, അതുപോലെ തന്നെ നമ്മൾ ഈ ചില തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുന്ന നൊവേന അല്ലേ, 9 ആഴ്ചകൾ തുടർച്ചയായിട്ട് പോകണം എന്നൊക്കെയുള്ള 13 ചൊവ്വാഴ്ചകൾ 1 ചൊവ്വാഴ്ചകൾ. ഈ പാവങ്ങൾ ഇത് 11ാമത്തെ ചൊവ്വാഴ്ച വന്നപ്പോഴാണ് കൊച്ചിന് അസുഖം വന്നത്. അതിനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് നമ്മൾ പോകേണ്ടതായിട്ട് വരും, അവർ പോകേണ്ടതായിട്ട് വരും. ഒരു ബ്രേക്കായി പിന്നെയും തുടരുകയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു കാഴ്ചപ്പാടാണ്. അത് അങ്ങനെ ഉണ്ടെങ്കിലേ ഇത് ആകുള്ളൂ എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഹീലിംഗ്, ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതല്ല എന്നുള്ളത് ആൾക്കാരെ നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ മനുഷ്യൻ്റെ സാറ് ചോദിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ആവശ്യം അവൻ്റെ ആവശ്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുന്നു, ഇന്നടത്ത് പോയി കഴിഞ്ഞാൽ ഇന്നത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ല. യോഹന്നാൻ്റെ സുവിശേഷം 6ാം അധ്യായത്തിൽ കർത്താവ് അതിൻ്റെ ആരംഭത്തിൽ 6ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ അപ്പം വർദ്ധിപ്പിച്ച് അനേകരെ തൃപ്തരാക്കുന്നുണ്ട്. അതിനുശേഷം ഈശോ വഞ്ചിയിൽ മറുകരയിലെത്തുകയാണ്. അപ്പം വിശപ്പ് മാറിയ ജനം കർത്താവിനെ അന്വേഷിച്ച് ചെല്ലുകയാണ്. പിന്നീട് അവിടെ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു, റബി അങ്ങ് എപ്പോഴെവിടെ എത്തി? ഈശോ മറുപടി പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ്. അതാണ്, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത് ആണ് എന്ന് പറയാണ്. അപ്പോൾ വീണ്ടും അപ്പം തിന്നാൻ വേണ്ടിയിട്ടാണ് അന്വേഷിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇപ്പോൾ ഇന്നും ആ അവസ്ഥയാണ്. അതെ, അടയാളം കണ്ടതുകൊണ്ടല്ല. പക്ഷെ അച്ഛൻ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ രോഗശാന്തി
ഈ സ്വാഭാവികമായിട്ട് രോഗശാന്തി ആഗ്രഹിക്കുക മാനുഷികമാണ്. പക്ഷേ യേശുവിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ യേശുവിൽ നിന്ന് രോഗശാന്തി കിട്ടിയ ആളുകളെക്കുറിച്ചെല്ലാം പറയുന്നത് അവർ തുടർന്ന് യേശുവിനെ അനുഗമിച്ചു, യേശുവിന് സാക്ഷിയായി. പക്ഷേ നമ്മുടെ ഈ കൺവെൻഷനുകളിൽ നിന്ന് ഈ സൗഖ്യം പ്രാപിക്കുന്ന ആളുകളിൽ എത്ര പേര് പിന്നീട് യേശുവിനെ സാക്ഷിയായി ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. അപ്പം ഇതിന് ഈ അത്ഭുതം എന്ന് നമ്മൾ പറയുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത്ഭുതം ഈ പറയുന്ന വെള്ളം വീഞ്ഞാക്കുന്നത്, ലാസറിനെ ഉയർപ്പിക്കുന്നത്, അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അതിൽ 7 അത്ഭുതങ്ങളാണ്. ഏറ്റവും അവസാനത്തെ അത്ഭുതം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം തന്നെയാണ് അത്ഭുതം. ഈ അത്ഭുതങ്ങൾ അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള അത്ഭുതങ്ങൾ എന്നല്ല, അടയാളങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ അടയാളങ്ങൾ വഴി യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വിശ്വസിച്ചു. അപ്പോൾ ഈ അത്ഭുതം എന്ന് പറയുന്നത് അടയാളങ്ങളാണ്. യേശു ആരെന്ന് വെളിപ്പെടുത്തുന്ന അടയാളങ്ങളാണ്. അതുവഴിയായിട്ട് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. അവിടുന്ന് മിശിഹായാണെന്നും അവിടുന്ന് ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് കണ്ട് മനുഷ്യർ വിശ്വസിക്കണം. വിശ്വാസം എന്ന് പറയുന്നത് സമർപ്പണമാണ്, ഞാൻ പറഞ്ഞു. പിന്നെ അവർ ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ ഈ അത്ഭുതത്തിലൂടെ നടപ്പാകേണ്ട കാര്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ അത്ഭുതം പോയിൻറ്റേഴ്സാണ്. മറ്റൊന്നിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. ക്രിസ്തു ആരെന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ അത്ഭുതങ്ങളെന്ന് പറയുന്നത്. യേശു ആരെന്ന് വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സമർപ്പണമാണ്. ജീവിതത്തിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കുകയാണ്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ ഈ അത്ഭുതം അനുഭവിച്ച വ്യക്തികൾ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു അതിലേക്കാണ് വരേണ്ടത്. അല്ലാതെ അപ്പം വർദ്ധിപ്പിച്ചു, അത് തിന്നു, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ പിന്നെ അപ്പം തേടി അങ്ങ് പോവുകയാണ്. കാരണം നമ്മുടെ വിശപ്പ് കുറച്ച് നേരത്തേക്കാണ് മാറുന്നുള്ളൂ. ഈ അപ്പം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വയറ് നിറച്ച് നമ്മൾ കഴിക്കുമ്പോഴും 5-8 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും 5-6 മണിക്കൂർ പിന്നെയും വിശക്കും. അപ്പോൾ ഇവിടെ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ നമുക്ക് വേണ്ടത് ദാനങ്ങളല്ല, ദാതാവാണ് വേണ്ടത്. എത്രയും അധികമായിട്ട് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കൊരു പരിധി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി അവൻ്റെ നാമത്തിൽ ചോദിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ അത്ഭുതം അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ എങ്ങനെയുള്ളൊരു നല്ലൊരു ക്രൈസ്തവ ജീവിതം നയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അത്ഭുതത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ വേറെ എത്രയോ അത്ഭുതം, ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, എത്രയോ അത്ഭുതമാണ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ നടക്കുന്ന, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമായിട്ട് മാറുന്നു. അതൊരു വലിയ അത്ഭുതമല്ലേ? നിമിഷം കൊണ്ട് ഊർജ്ജമായിട്ട് മാറുന്നു. നമ്മൾ ഒരു യന്ത്രത്തിൻ്റെ സഹായം ഒന്നും കൂടാതെ ശ്വാസോച്ഛ്വാസം നടത്തുന്നു. നമ്മൾ വെൻറ്റിലേറ്റർ, നമുക്ക് ശ്വസിക്കാൻ പറ്റാതെയൊക്കെ വരുമ്പോഴത്തേക്കും, അതിനുള്ള ശേഷിയില്ലാതെ വരുമ്പോൾ നമ്മളെ വെൻറ്റിലേറ്ററിൽ ആശുപത്രിയിലാക്കും, ഇല്ലേ? ഒരു ദിവസം വെൻറ്റിലേറ്ററിൽ കിടക്കണമെങ്കിൽ കാശ് എന്തെങ്കിലും കൊടുക്കണം. ഇതൊരു വലിയ അത്ഭുതമാണ് വാസ്തവത്തിൽ നടക്കുന്ന. നമ്മുടെ ശരീരത്തിൽ രക്തചംക്രമണം നടത്തുന്ന ഒരു കാര്യമുണ്ട്, ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു അത്ഭുതം തന്നെയല്ലേ വാസ്തവത്തിൽ? അപ്പോൾ ഇതൊക്കെ ഒരു അത്ഭുതമാണ്. നടന്നിക്കുന്ന ദൈവത്തിൻ്റെ വലിയ ഒരു പരിപാലനയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും പല്ലുവേദന മാറുന്നതും തലവേദന മാറുന്നതും ഒക്കെ വലിയ അത്ഭുതമായിട്ടാണ് കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഉള്ളതിനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കത്തിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ഇതാണ്, ഇതിൻ്റെ പേരിൽ ഒരുപാട് പണം ചെലവഴിക്കുന്നൊരവസ്ഥ, പരസ്യത്തിന് പണം, പിന്നെ സ്തോത്ര കാഴ്ച, അതാണ് ഏറ്റവും വലിയ പ്രയാണം. അതായത് സ്തോത്ര കാഴ്ച എടുത്തിട്ട് തികഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ, കാരണം കഴിഞ്ഞ 10-47 കൊല്ലമായിട്ട് ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് പല കൺവെൻഷനിലും പോയി പങ്കെടുത്തിട്ടുള്ള ആളായതുകൊണ്ട് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ
ഓരോ ദിവസവും സ്തോത്ര കാഴ്ചയെടുത്ത് തികയാതെ വന്നെങ്കിൽ ഉടനെ ധ്യാനഗുരുവിനെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ കർത്താവ് പറയുന്നു 10 പേരെ 10,000 രൂപ വീതം, 15 പേര് 5,000 രൂപ വീതം തരാനായിട്ട് സന്ദേശമുണ്ടെന്നൊക്കെ രീതിയിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഈ കർത്താവിൻ്റെ അരൂപിയിലുള്ള ഒരു ശുശ്രൂഷയിൽ എങ്ങനെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുക? ഞാൻ ഈ കാര്യങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ സാറിനെ അവിശ്വസിക്കേണ്ട യാതൊരു കാര്യമില്ല. സാറുമായിട്ട് പരിചയത്തിനനുസരിച്ച് സാറ് ഇല്ലാത്തതൊന്നും പറഞ്ഞൊന്നും ഞാൻ കരുതുകയില്ല. പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിന് വാസ്തവത്തിൽ ഇത് ഒരു ആത്മായ അല്ലെങ്കിൽ ഒരു ഇടവകയിലേക്ക് വിളിക്കുകയാണെങ്കിൽ വികാരിച്ചനൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരെ വിളിക്കുകയും ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇതൊക്കെ ഇത് മാറണം. നമ്മൾ വലിയൊരു സംവിധാനത്തിന് വേണ്ടാതെ അല്ലാതെ സാധാരണഗതിയിൽ വന്ന് പ്രസംഗിച്ചിട്ട് കൺവെൻഷൻ നടത്തിയിട്ട് പോകുന്ന ആളുകളുടെ ആ ഒരു രീതിയിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ അതും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഇതിനകത്ത് 2 ഭാഗത്തൊന്നും നമ്മളൊക്കെ ഉണ്ട്. അതായത് കൺവെൻഷനായിട്ട് വരുന്ന ആളുകളും അതുപോലെ തന്നെ കൺവെൻഷന് ക്ഷണിക്കുന്ന ആളുകളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ഇടവകയിൽ ഇങ്ങനെ ഒരു കൺവെൻഷൻ എന്താ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം? എന്താണ് ഇതുകൊണ്ട് നേടേണ്ടത്? ഇതുകൊണ്ട് നേടേണ്ടത് ആളുകൾ വരികയും അവർക്കൊരു മാനസാന്തരം ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ സാമാന്യമായിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, മൈക്കിൻ്റെ കാര്യത്തിലുമൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് വലിയ സംവിധാനത്തോടു കൂടിയൊക്കെ വരുന്നത് നമ്മുടെ വലിയ സംവിധാനം എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് സംവിധാനവും മൈക്ക് സെറ്റുകളും വലിയ പരസ്യങ്ങളും ഒക്കെ എന്നിട്ട് അവസാനം എന്താണ് ഇതിൻ്റെ ഫലം? അപ്പോൾ അതുകൊണ്ട് ഒരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള പരിപാടി നമ്മൾ നടത്തരുതെന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിപ്പം നമുക്കറിയാമല്ലോ, ഈ പാട്ടുകാരെയൊക്കെ വിളിക്കുന്നു. അപ്പോൾ ആരെയാണ് ലോകപ്രസിദ്ധരായിട്ടുള്ള പാട്ടുകാരെ നമ്മളൊരു ഫംഗ്ഷനൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പണം കൊടുക്കണം സ്വാഭാവികമായിട്ട്. ഈ അടുത്ത നാളിൽ ഇന്ത്യയിലൊരു വിവാഹം നടന്നു. അപ്പോൾ അതിന് പാട്ട് പാടാനൊക്കെ ആയിട്ട് വിദേശത്തു നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ളത് കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഇതനുസരിച്ച് നമ്മളുടെ സമൂഹത്തിന് പാവപ്പെട്ട മനുഷ്യർക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു ഇതനുസരിച്ച് അപ്പോൾ വരുന്ന ആളുകളും വിചാരിക്കണം ഇങ്ങനെയുള്ള ചെറിയൊരു സമൂഹം പിന്നെ എന്തിനാണ് ഇതെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എത്രയും ചിലവ് കുറയ്ക്കാവോ അത്രയും എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് വൈദികരും അതുപോലെ തന്നെ അൽമായരും ഇടവകക്കാരൊക്കെ ആയിട്ടാണ് ആലോചിച്ചിട്ടൊക്കെയാണല്ലോ ഇത് നടത്തുന്നത്. അത് ശ്രദ്ധിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇതിങ്ങനെയുള്ള എനിക്ക് പറയാനുള്ളത്. ഞാൻ അതായത് ചില ഇടവകകളിൽ പോലും ഇത് ഇങ്ങനെ കൺവെൻഷൻ കൂടെ നടത്തി അവർക്ക് ഇതിൻ്റെ ഒരു ഓഹരി അവർക്ക് കിട്ടുമല്ലോ എങ്ങനെയാലും. അതുപോലെ അങ്ങനെയുള്ള ഒരു ട്രെൻഡ് ഉണ്ട് അച്ഛൻ. എനിക്കറിയാവുന്ന ചില ഇടവകളിലുണ്ട് അങ്ങനെ വലിയ ടീമിനെ കൊണ്ടുവരിക. അപ്പോൾ ഒരു 25 ലക്ഷം അവിടെ സ്തോത്ര കാഴ്ച കിട്ടുകയാണെങ്കിൽ ഒരു 15 ലക്ഷം ടീമിന് കൊടുക്കുക, 10 ലക്ഷം ഇടവകയിൽ അവർക്ക് ഒരു ഫണ്ടായിട്ട് കിട്ടുക. ആ രീതിയിൽ നോക്കുന്ന ഒരു നമ്മൾ പറഞ്ഞ പോലെ എന്താണ് വ്യവസായ കണ്ണുപോലെന്നോ കച്ചവട കണ്ണുപോലെ കാണുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അത് അങ്ങനെയുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതും നിരുത്സാഹപ്പെടുത്തേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവവചനത്തെ ഒരിക്കലും ലാഭമുണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് ദൈവവചന പ്രഘോഷണം മാറ്റാനായിട്ട് പാടില്ല. അതെ. അപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇച്ചിരി കഠിനമായിട്ടുള്ള വാക്കാണ്. അപ്പം കച്ചവടം ചെയ്യുന്ന എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതല്ല എൻ്റെ ഉദ്ദേശം. അപ്പം അങ്ങനെയുള്ളത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അച്ഛാ, നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ സുവിശേഷ വേലയുടെ മേഖലയിൽ വലിയ കൺവെൻഷനുകൾ നടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അത് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാക്കാനും അല്ലെങ്കിൽ യേശുവിൽ കേന്ദ്രീകൃതമാകുന്നതിന് പകരം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളെ കേന്ദ്രീകരിക്കുന്ന രീതിയിലൊക്കെ ആയി തീരുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അത് നമ്മൾ ഒഴിവാക്കേണ്ടതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ച ഈ ചർച്ചയിലേക്ക് നേതൃത്വം നൽകിയ സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ,
സഭയും സാക്ഷ്യവും, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.